പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ കുറച്ച് മുസ്ലിം ഏരിയയും കൂടെ ഉണ്ട്. മുസ്ലിങ്ങൾക്കൊരു വളരെ നോമിനൽ അല്ലാത്ത ഒരു സംഖ്യ മുസ്ലിങ്ങളുണ്ട്. അതേസമയം പാലക്കാട് നഗരസഭ ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് ബ്രാഹ്മിൺസിനും നായേഴ്സിനും ഒക്കെ വലിയ മുൻതൂക്കമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭ പലപ്പോഴും RSSും BJPയും പിടിക്കുന്നത്. അതേസമയം ഇത് എണ്ണി വരുമ്പോൾ ഈ പല കണ്ണാടി പോലുള്ള പഞ്ചായത്തുകളുണ്ട്. കണ്ണാടി പഞ്ചായത്തിലൊക്കെ ഗ്രാമപഞ്ചായത്തിലൊക്കെ വരുമ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അതാ സംഭവിച്ചത്. ശ്രീധരൻ മത്സരിച്ചപ്പോൾ ശ്രീധരൻ അവസാന നിമിഷം വരെയും ജയിച്ചു നിന്ന ആളാണ്. ലാസ്റ്റ് പോയിന്റിലാണ് കണ്ണാടിയൊക്കെ എണ്ണിയത്. കണ്ണാടി ഗ്രാമപഞ്ചായത്തൊക്കെ എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ അവിടെ കയറിപ്പോയത്. ഷാഫി പറമ്പിൽ കയറിപ്പോയതിനേക്കാൾ വോട്ട് ആര് പിടിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കരിസ്മാറ്റിസം ഉണ്ടായിരുന്നു. പിന്നെ ഷാഫി പറമ്പിലിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് ആര് ജയിച്ചു? അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. പിന്നെ അതിനേക്കാൾ പ്രധാനം അത് പറയാൻ വിട്ടു ഒരു കാര്യം, പ്രമീള ദേവി എന്ന് പറയുന്ന അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സണും കൃഷ്ണകുമാറും തമ്മിലുള്ള ചക്കളത്തെ പോരാട്ടം ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് പോരുണ്ട്. പിന്നെ ശിവരാജൻ എന്ന് പറഞ്ഞ് വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവുണ്ട് അവിടെ. RSSലൊക്കെ ഉള്ള സംഘത്തിലൊക്കെ ഉള്ള വളരെ സീനിയർ നേതാവാണ് ശിവരാജൻ. അദ്ദേഹവും ഈ ടീമുമായിട്ടൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ അവിടെ കുറച്ച് ബഹളമൊക്കെ കാണിച്ചു പോയി. കുറേ കൗൺസിലർമാർ BJPയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോയില്ല, പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ കൺഫ്യൂഷൻസിൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് സന്ദീപ് വാര്യർ വളരെ വലിയ വോട്ട് പിടിച്ച് ജയിച്ചത്. ഇപ്പോഴിതാ പാലക്കാട് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ, ഇയാളെ പോലുള്ള ആളുകളെ ചാനലിൽ വിളിച്ചിരുത്തി അഭിമുഖം എടുക്കുന്നവരെ വേറെ പറയണം, അത് വേറെ പോട്ടെ, അത് വളരെ എനിക്കും കൂടി പരിചയമുള്ളൊരു ആങ്കറാണ് ചെയ്തതുകൊണ്ട്, ഒരു റിപ്പോർട്ടർ ചെയ്തതുകൊണ്ട് ഞാൻ അത് വിടുന്നു, അയാളുടെ പേര് പറയുന്നില്ല. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വതന്ത്രനായിട്ട് വേണമെങ്കിലൊക്കെ മത്സരിക്കാമെന്നുള്ള നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര രസകരമാണ്. ഇത്രയും സ്ത്രീകളുടെ വിഷയങ്ങൾ പിന്നെ പല സ്ത്രീകളും വന്ന് വളരെ മോശമായി പറയുന്നു. ചാനലുകളിലും പത്രങ്ങളിലും വീഡിയോയും എല്ലാം വന്നതിന് ശേഷവും ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസിൽ മത്സരിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആരാണ് കോൺഗ്രസിൽ മത്സരിക്കുക? അവിടെ VT ബലറാം വരുമോ? ബലറാം തൃത്താലയാണ് മത്സരിക്കുന്നത്, അവിടെ ഇന്ന് ഇവിടെ വരുമോ? അതേ സന്ദീപ് വാര്യർ പാലക്കാട് മത്സരിക്കുമോ? സന്ദീപ് വാര്യർ മത്സരിച്ചാൽ ശക്തമായ എതിർപ്പ് പാലക്കാട് വരും. അതുകൊണ്ടാണ് തവന്നൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ മത്സരിക്കാമെന്ന് സന്ദീപ് വാര്യർ പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് അങ്ങനെ ആഗ്രഹമുള്ളത്. അദ്ദേഹം പറയുന്നൊന്നല്ല, പാർട്ടിക്കാരൊക്കെ കൂടെ അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തുക. ഒന്നുകിൽ തവന്നൂർ നിൽക്കുക. കാര്യം തവന്നൂർ KT ജലീൽ ജയിച്ചിട്ടുള്ള മണ്ഡലമാണെങ്കിലും അവിടെ 50% കൂടുതൽ ഹിന്ദുക്കളാണ്. അവിടെ ഇപ്പോൾ തിരുനാവായിൽ ഈ സമ്മേളനമൊക്കെ നടന്നു. അതിൻ്റെയൊക്കെ ഒരു മെച്ചം ചിലപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് പിടിക്കാൻ പറ്റിയല്ലോ. കാരണം BJPയും RSSും പലയിടത്തും ഈ ഹിന്ദുക്കളെയൊക്കെ ഇളക്കി വിട്ട് പല പരിപാടികളും നല്ലതും പിന്നെ ഘോഷയാത്ര പല പരിപാടികളും ചെയ്യും. പക്ഷേ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് കൊണ്ടുപോകണം പലപ്പോഴും UDF ആണ്. അങ്ങനെ ഒരു കഥയും കൂടെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് വരും. പാലക്കാട് ശരിക്കും കോൺഗ്രസ്സിന് ആരായിരിക്കും മത്സരിക്കുക എന്നുള്ളത്, സന്ദീപ് വാര്യറാണോ മത്സരിക്കുക? അത് അല്ല, സന്ദീപ് വാര്യർ അല്ല മത്സരിക്കുന്നത്. ഇനി ഷാഫി പറമ്പിൽ കേരളത്തിലേക്ക് വരുന്നു എന്നൊരു തോന്നലുണ്ട്. 2-3 MPമാർക്ക്, K സുധാകരൻ അടക്കമുള്ള 2-3 MPമാർക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. ആ ഇളവിൽ മന്ത്രിയാകാൻ വേണ്ടി, കാരണം ഒരു മുസ്ലിം മന്ത്രിയുടെ ആവശ്യമുണ്ട്, മന്ത്രിയാകാൻ വേണ്ടി ഷാഫി പറമ്പിൽ തന്നെ പാലക്കാട് മത്സരിക്കുമോ? അതും വലിയൊരു ചോദ്യമാണ്. എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു വശത്തുണ്ട് എന്നാണ് കേൾക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ വളരെ വീറും വാശിയുമുള്ളൊരു മത്സരമായിരിക്കും നടക്കുന്നത്. ശോഭയെ എതിർക്കാൻ അപ്പുറത്താര് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.